മുൻജന്മത്തിലെ ഗുരുനിന്ദ നടത്തിയതിൻ്റെ ദുരിതം. അതുപോലെ തന്നെ ഗുരു ഉപദേശിച്ചു തന്ന വിഷയങ്ങൾ അവനവൻ്റെ ഗർവിനും ഷോ ഓഫിനും വേണ്ടി ഉപയോഗിക്കാം, മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി. അപ്പം ചില വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല നല്ല ആചാര്യന്മാരുണ്ടാവും, നല്ല അറിവുള്ളവരുണ്ടാവും. പക്ഷേ ഇവരെക്കാട്ടിലും കൂടുതൽ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് നാട്ടിൽ നിന്ന് കുറച്ച് ബഹുമാനവും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് രാമായണ പാരായണം, ഗീതാപാരായണം, ഭജന എന്നൊക്കെ പറഞ്ഞ് കുറേ ടീമുകൾ ഇറങ്ങും. ഇന്ത്യയിൽ പൊതുവെ അത് കുറവാണ്. അത് കൂടുതലും ഞാൻ കണ്ടുള്ള വിദേശത്താണ്. ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി തിരിയുന്നത് കൂടുതലും വിദേശത്താണ്. നല്ല ആചാര്യന്മാരും നല്ല പണ്ഡിതന്മാരും നല്ല അമ്മമാരും അതുപോലെ തന്നെ നല്ല ആൾക്കാരും ഒക്കെ ഉണ്ടാവും അറിവുള്ളവർ. പക്ഷെ ഇവർ ഇതിനകത്തോട്ട് കയറ്റത്തില്ല. അതിന് പകരം ഇവർ എല്ലാവരെയും വിളിച്ചിരുത്തി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കുറച്ച് പേര് പാട്ടും ബഹളവും ഭജനയും 2-3 ഇതൊക്കെ അടിച്ച് അപ്പോൾ ഭജനയൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്കൊരു സന്തോഷവും പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകൾ മടുത്ത മനുഷ്യർക്ക് പുതിയൊരു എൻ്റർടൈൻമെൻ്റ് ആവും, ഭക്തിയുടെ ഒരു ഇപ്പോൾ അതിനോടൊരു താല്പര്യമുള്ളൊരു കാലവും. അപ്പം ഞാനത് ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, കുറേ വർഷം ഇതിങ്ങനെ നടക്കുമ്പം ഈ ചെയ്യുന്ന ആൾക്കാർക്കോ ഈ വരുന്ന ആൾക്കാർക്കോ എന്തെങ്കിലും ഒരു പുരോഗതി, അവരുടെ വ്യക്തിത്വ വികസനം അല്ലെങ്കിൽ ഇവരുടെ ഒരു മാറ്റം ഉണ്ടോ എന്നുള്ളത് നോക്കുമ്പം 99.9% ഇല്ല. ശകലം വിട്ട് കളഞ്ഞേക്കാം, പൂർണ്ണമായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഞാൻ കണ്ടതിൽ 99% ഇല്ല. എപ്പോഴും സിസ്റ്റമാറ്റിക്കായിട്ട് അതിന് യോഗ്യതയുള്ളവർ പഠിപ്പിക്കുകയും യോഗ്യതയുള്ളവർ ഇരിക്കുകയും ചെയ്യണം. ആശാൻ ബലമാണെങ്കിൽ ശിഷ്യന്മാരും ബലമാവെന്ന് പറയുന്ന പോലെ ഞാൻ സഞ്ചരിച്ചതിൽ ഏറ്റവും കൂടുതൽ ഞാനിത് കണ്ടിട്ടുള്ളത് യു.എ.ഇലാണ്. അപ്പോൾ അവിടെ കുറേ പല സമിതികളുടെ ഭാഗമായിട്ട് ഇതുപോലുള്ള 6 വ്യാഴക്കാർ ധാരാളമുണ്ട്. അപ്പോൾ ഈ വിളിച്ചു കൂട്ടുക, പാട്ട് പാടുക, കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ഈ കൂട്ടായ്മ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ തമ്മിലടിയായിട്ട് പല വഴിയിലേക്ക് ഇവർ തിരിയും. അപ്പം ഇതുപോലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് നല്ലത് തന്നെയാണ്. പക്ഷേ അവിടെ ലഗ്നത്തിലോ അല്ലെങ്കിൽ വ്യാഴം അതിശക്തമായിട്ട് ബലപ്പെട്ട ആചാര്യന്മാർ ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ ഈ പാട്ടും കൂത്തും ഫുഡടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും അപ്പുറമായി ഒരു ആധ്യാത്മിക വളർച്ചയോ ഭാരതീയ ധർമ്മസിദ്ധാന്തങ്ങളുടെ വളർച്ചയോ ഒരു വ്യക്തിത്വ വികസനത്തിനായിട്ട് ഭാരതീയ അറിവുകളെ ഉപയോഗിക്കാനോ അടുത്തൊരു തലമുറയെ ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാനോ കഴിയാതെ പോകും എന്നുള്ളതൊരു നഗ്ന യാഥാർത്ഥ്യമാണ്.